ഇന്ന് നമുക്ക് വിഷ്ണു വിശാലും ഐശ്വര്യ ലക്ഷ്മിയും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഗാട്ടാ ഗുസ്തി എന്ന തമിഴ് സിനിമയുടെ രണ്ടാമത്തെ ഭാഗത്തിന്റെ കഥ നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്തിട്ടില്ല. കഥ അറിഞ്ഞാൽ മതിയെന്നുള്ളവർ കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്കണേ. ആദ്യത്തെ ഭാഗത്തിൽ നായകനായ വീര പെണ്ണ് കാണുവാനായി എത്തും. വീരയുടെ ഡിമാൻഡ് കല്യാണം കഴിക്കുന്ന പെണ്ണിന് ഒരുപാട് മുടി വേണമെന്നായിരുന്നു. ഒടുവിൽ ഒരുപാട് മുടിയുള്ള കീർത്തി എന്ന മലയാളി പെൺകുട്ടിയെ വിവാഹം കഴിക്കും. വിവാഹശേഷമാണ് കീർത്തിക്ക് ഒരുപാട് മുടിയൊന്നുമില്ല എന്നും അവളൊരു ഗുസ്തിക്കാരിയാണെന്നും അവൾക്ക് ഒരുപാട് പഠിത്തമുണ്ടെന്നുള്ള കാര്യവും വീര അറിയുന്നത്. പഠിത്തമൊക്കെ കുറവുള്ള പെണ്ണിനെ വേണമെന്നായിരുന്നു വീര കരുതിയതും. എന്നാൽ രണ്ടാളും അതോടുകൂടി പിരിയുവാനായും തീരുമാനിക്കും. അതിനു മുൻപായിട്ട് രണ്ടാൾക്കുമിടയിൽ ഒരു ഗുസ്തി മത്സരം നടക്കുന്നു. മത്സരത്തിനിടയിൽ കീർത്തി കുഴഞ്ഞു വീഴുകയാണ്. എന്നാൽ മത്സരം നടത്തുന്ന ആള് വീരയെ വെല്ലുവിളിക്കുന്നു. അതോടെ വീര അയാളുമായിട്ട് മത്സരിച്ച് വിജയിക്കുകയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കീർത്തിയെ കാണുവാൻ വേണ്ടിയിട്ട് വീര എത്തുന്ന സമയത്താണ് കീർത്തി പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം അറിയുന്നത്. അതോടെ രണ്ടാളും പിണക്കമെല്ലാം മറന്ന് വീണ്ടും ഒന്നിച്ച് ജീവിക്കുവാനായും ആരംഭിച്ചു. ഇതാണ് ആദ്യത്തെ പാർട്ടില്. എന്നാൽ നമുക്ക് രണ്ടാമത്തെ പാർട്ടിന്റെ കഥയിലേക്ക് കടക്കാം. വീരനും കീർത്തിക്കും സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. അവർക്കിടയിലുള്ള സ്നേഹവും വളർന്നു വന്നുകൊണ്ടേയിരുന്നു. എന്നാലും കീർത്തിയുടെ മനസ്സിൽ ചെറിയൊരു സങ്കടമുണ്ട്. കീർത്തിക്ക് പഴയതുപോലെ തന്നെ ഗുസ്തിയിലൊക്കെ പങ്കെടുക്കാൻ കഴിയുമോ എന്നതായിരുന്നു അവളുടെ സങ്കടം. എന്നാൽ അത് മനസ്സിലാക്കിയ വീരൻ, നിന്റെ ഏതാഗ്രഹത്തിനും ഞാൻ കൂടെ നിൽക്കും. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. പഴയതുപോലെ നിനക്ക് ഗുസ്തി മത്സരത്തിലൊക്കെ പങ്കെടുക്കാം. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും വീരൻ പറയുന്നു. കീർത്തിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. കീർത്തിക്ക് ഗുസ്തി മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ ഇപ്പോൾ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്നും കോയമ്പത്തൂരേക്ക് മാറി താമസിക്കുകയാണ്. കീർത്തി ഗുസ്തി മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ സ്പോർട്സ് കോട്ട വഴി ജോലി ലഭിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ താമസിക്കുന്നത് സർക്കാരിന്റെ ക്വാർട്ടേഴ്സിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് കീർത്തി ജോലിക്ക് പോകുന്നതും ഗുസ്തി പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നതും. കീർത്തിക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ജോലിക്ക് പോവുക, തന്റെ ഗുസ്തി പ്രാക്ടീസ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. കുട്ടിയുടെ കാര്യം നോക്കുന്നത്, വീട്ടിലെ കാര്യം നോക്കുന്നത്, A to Z കാര്യങ്ങൾ നോക്കുന്നതെല്ലാം വീരനാണ്. കീർത്തി ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ അവൾക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതും. വീരൻ അങ്ങനെയായി മാറിക്കഴിഞ്ഞു. വീട്ടിലെ എല്ലാ ജോലികളും അവൻ തന്നെയാണ് നോക്കുന്നത്. കീർത്തി ഗുസ്തിയും പ്രാക്ടീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ കോയമ്പത്തൂരിൽ നടന്ന ഒരു ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ടും കീർത്തി പോകുന്നു. ആ മത്സരത്തിൽ വിജയിച്ചത് കീർത്തി തന്നെയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിക്ക് വല്ലാത്ത ദേഷ്യം. ഈ ഒരു ഗുസ്തി മത്സരത്തിൽ തനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. കീർത്തിക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു കോച്ചുണ്ട്. കോച്ചാണെങ്കിൽ കീർത്തിയോട് നല്ല രീതിക്കൊക്കെ സംസാരിക്കുമെങ്കിലും മനസ്സിൽ ചെറിയൊരു വിഷമുണ്ട്. കോച്ച് മിക്കപ്പോഴും കീർത്തിയോട് പറയാറുണ്ട്, നിനക്ക് കിട്ടിയതുപോലൊരു ഹസ്ബൻഡിനെ ബാക്കിയുള്ള പെൺകുട്ടികൾക്കും കിട്ടിയിരുന്നെങ്കിൽ അവരും അവരുടെ ലൈഫിൽ സക്സസ് ആയേനെ. നീ ഭാഗ്യമുള്ളവളാണ്. അത്ര നല്ലൊരു ഭർത്താവിനെയാണ് നിനക്ക് കിട്ടിയതെന്ന് എപ്പോഴും പറയാറുണ്ട്. അത് കേൾക്കുമ്പോഴൊക്കെ കീർത്തിക്ക് ഒരുപാട് സന്തോഷമാകും. ആ ഒരു ഗുസ്തി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചത് കൊണ്ട് തന്നെ കീർത്തിക്ക് സമ്മാനം കൊടുക്കുന്ന പരിപാടി നടക്കുകയാണ്. സമ്മാനം കൊടുക്കുവാനായി എത്തുന്നത് മന്ത്രിയായിരുന്നു. ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് കോച്ച് തന്റെ കുടുംബത്തെയും കൂട്ടിയാണ് വരുന്നത്. മന്ത്രിയുടെ കയ്യിൽ നിന്നും ബെസ്റ്റ് കോച്ചിനുള്ള അവാർഡ് വാങ്ങുവാൻ പോകുന്നത് തന്റെ കുടുംബത്തെ കാണിക്കണം. അതായിരുന്നു കോച്ചിന്റെ ലക്ഷ്യവും. അങ്ങനെ പരിപാടി ആരംഭിച്ചു. കോച്ചിന്റെ പേര് വിളിക്കുന്നതിന് മുൻപായിട്ട് മന്ത്രിക്ക് അർജന്റായിട്ട് പോകേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ വിജയിച്ച കീർത്തിക്ക് സമ്മാനം കൊടുത്തിട്ട് പോകുവാനായിട്ടാണ് മന്ത്രി റെഡിയായി നിൽക്കുന്നതും. കീർത്തിക്ക് സമ്മാനവും കൊടുത്തതിനു ശേഷം മൈക്കിലൂടെ കുറച്ച് കാര്യങ്ങൾ പ്രസംഗിച്ചിട്ട് മന്ത്രി അവിടെ നിന്ന് പോകുന്നു. കോച്ചിനാണെങ്കിലോ ആകെ അപമാനമായി. തന്റെ കുടുംബത്തെ കൊണ്ടുവന്നത് മന്ത്രിയുടെ കയ്യിൽ നിന്നും താൻ അവാർഡ് വാങ്ങുന്നത് കാണിക്കുവാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ അത് നടന്നില്ലല്ലോ. എല്ലാവർക്കും മുന്നിൽ നാണം കെട്ട അവസ്ഥയായി കോച്ചിന്. അതേസമയം കീർത്തിക്കടുത്തേക്ക് മീഡിയക്കാരൊക്കെ വരുന്നു. എന്താണ് ഇതിൽ വിജയിച്ചതിൽ കീർത്തിക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ കോച്ചിന് ആകെ സന്തോഷം. കാരണം കോച്ച് കാരണമാണ് താൻ ഈ ഒരു നിലയിലെത്തിയതെന്നും തനിക്ക് ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞതെന്നും കീർത്തി പറയുമെന്ന് കോച്ച് കരുതി. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കുകയാണ് കോച്ച്. എന്നാൽ കീർത്തി പറയുന്നത്, എനിക്കിതിൽ പ്രത്യേകം നന്ദി പറയാനുള്ളത് എന്റെ ഭർത്താവിനോടാണ്. എന്റെ ഭർത്താവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഭർത്താവിനോടാണ് കടപ്പെട്ടിരിക്കുന്നതെന്നും കീർത്തി പറയുന്നു. അത് കേട്ടതോടുകൂടി കോച്ച് ആകെ തകർന്നു പോവുകയാണ്. എല്ലാവർക്കും മുന്നിൽ അപമാനപ്പെട്ട കോച്ചിനെ ഭാര്യ ഒരുപാട് വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം കീർത്തിക്ക് എല്ലാവരിൽ നിന്നും അഭിനന്ദനമൊക്കെ കിട്ടിത്തുടങ്ങി. അത് കാരണം കോച്ചിൽ വല്ലാതെ ഈഗോ ഉണ്ടാക്കുകയാണ്. താൻ പഠിപ്പിച്ച സ്റ്റുഡന്റ് തന്നെക്കാൾ വലുതാകുന്നതും തന്നെക്കാൾ അഭിനന്ദനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നതും കാരണം കോച്ചിന് വല്ലാത്ത ഡിപ്രഷൻ ആകുന്നു. അതുകൊണ്ട് തന്നെ കീർത്തിയെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്റ്റുഡന്റിനെ കണ്ടെത്തി അതിനെ ട്രെയിൻ ചെയ്യിക്കണമെന്നും കോച്ച് തീരുമാനിക്കുന്നു. അതായിരുന്നു കോച്ചിന്റെ പിന്നീട് അങ്ങോട്ടുള്ള ലക്ഷ്യവും. മറ്റൊരു വശത്ത്
കീർത്തിയാണ് കാണിക്കുന്നത്. കീർത്തി ഗുസ്തി മത്സരത്തിലൊക്കെ പങ്കെടുത്ത് പ്രൈസൊക്കെ വാങ്ങുമെങ്കിലും അവളുടെ കുടുംബജീവിതവും നല്ല സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഭർത്താവാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പതിവ് പോലെ തന്റെ മകളെയും കൊണ്ട് വീരൻ സ്കൂളിലേക്ക് എത്തുന്നു. അപ്പോഴാണ് അവിടെ പുതുതായി വന്ന ടീച്ചറിനെ കാണുന്നത്. ടീച്ചറിന് നല്ല നീളമുള്ള മുടിയുണ്ട്. വീരന് നീളമുള്ള മുടിയുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വല്ലാത്ത സന്തോഷമാണ്. തന്റെ ഭാര്യയ്ക്കും നീളമുള്ള മുടിയുണ്ടെന്ന് കരുതിയാണ് അവളെ വിവാഹം കഴിച്ചത്. പക്ഷേ പിന്നീട് അതെല്ലാം ഫ്ലോപ്പായി പോയല്ലോ. അതുകൊണ്ട് തന്നെ ടീച്ചറിന്റെ മുടി കണ്ടതും വീരന് വല്ലാതെ ആരാധന തോന്നുന്നു. ടീച്ചറുമായിട്ട് പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ടീച്ചർ ഒരു മലയാളിയാണ്. അവർ രണ്ടുപേരും സംസാരിക്കുന്നതെല്ലാം വീരന്റെയും കീർത്തിയുടെയും മകൾ ശ്രദ്ധിക്കുന്നു. വീട്ടിലേക്ക് വന്ന മകളാണെങ്കിലോ കീർത്തിയോട് പറയുന്നുണ്ട്, അമ്മ, സ്കൂളില് പുതുതായിട്ടൊരു ടീച്ചർ വന്നു. ആ ടീച്ചർ മലയാളിയാ. അമ്മയും മലയാളിയാണല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്താ മലയാളത്തിൽ സംസാരിക്കാത്തത്? ഇന്ന് അച്ഛനും ടീച്ചറും കൂടി മലയാളത്തിൽ സംസാരിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു അവർ സംസാരിച്ചത്? ആ കാര്യങ്ങളെല്ലാം മകൾ കീർത്തിയോട് പറയുന്നു. ആ ടീച്ചറിന് നല്ല നീളമുള്ള മുടിയുണ്ടെന്ന് പറയുമ്പോൾ എവിടം വരെ ആ മുടിയുള്ളതെന്ന് കീർത്തി ചോദിക്കുന്നു. മകൾ മുടിയൊക്കെ എവിടം വരെയുണ്ടെന്ന് കീർത്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല, ആ ടീച്ചർ കാണാനൊക്കെ എങ്ങനെയാ? സുന്ദരിയാണോ എന്ന് കീർത്തി ചോദിക്കുമ്പോൾ അതെ, അമ്മയെക്കാളും നല്ല സുന്ദരിയാണെന്നായിരുന്നു മകളുടെ മറുപടി. അത് കേട്ടതും കീർത്തിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. ഇനി മുതൽ നിന്നെ അച്ഛൻ സ്കൂളിൽ കൊണ്ടുപോകണ്ട, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം മുതൽ കീർത്തിയാണ് സ്കൂളിലേക്ക് മകളെ കൊണ്ടുപോകുന്നതും. ടീച്ചർ വീരനെ തിരക്കുമ്പോഴും കീർത്തിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. ഇനി മുതൽ ഞാനാണ് മകളെയും കൊണ്ടുവരുന്നത്, അല്ലാതെ എന്റെ ഭർത്താവല്ല എന്നാണ് കീർത്തിയുടെ മറുപടിയും. അങ്ങനെ സ്കൂളിൽ ആനുവൽ ഡേ ഫംഗ്ഷൻ നടക്കുകയാണ്. എല്ലാ കുട്ടികളും ഓരോ സ്പോർട്സിലൊക്കെ പങ്കെടുത്ത് അതിലൊക്കെ വിജയിക്കാറുണ്ട്. പക്ഷേ കീർത്തിയുടെ മകൾ മാത്രം ഒരു സ്പോർട്സിനും പങ്കെടുത്തതേയില്ല. മകളുടെ വല്ല പെർഫോമൻസും കാണുമെന്ന് കരുതി കീർത്തിയും വീരനും കൂടി എത്തുകയാണ്. അല്ല, എല്ലാ കുട്ടികളും സ്പോർട്സിനൊക്കെ പങ്കെടുത്ത് വിജയിക്കുന്നു, നമ്മുടെ മകൾ മാത്രം എന്താ ഒന്നിലും പങ്കെടുക്കാത്തതെന്ന് കീർത്തി ചോദിക്കുമ്പോൾ നീയൊന്ന് വെയിറ്റ് ചെയ്, ദേ അവളുടെ പെർഫോമൻസ് ഇപ്പോൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതും അവിടെ ഡാൻസ് പ്രോഗ്രാം ആരംഭിച്ചു. അതിൽ സെന്ററിൽ നിന്ന് കളിക്കുന്നത് കീർത്തിയുടെയും വീരന്റെയും മകളായിരുന്നു. അതും ഒരു ഡെപ്പാങ്കൂത്ത് ഡാൻസാണ് കുട്ടി കളിക്കുന്നത്. അത് കാണുമ്പോൾ കീർത്തിക്ക് ഒട്ടും ഇഷ്ടമാകുന്നതേയില്ല. ഈ ലോക്കൽ ഡാൻസ് ആണോ തന്റെ മകൾ കളിക്കുന്നതെന്നായിരുന്നു കീർത്തിയുടെ മൈൻഡില്. അതേസമയം ഡാൻസ് പഠിപ്പിച്ചു കൊടുത്ത ആ നീളമുള്ള മുടിയുള്ള പുതിയ ടീച്ചറും അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു. ടീച്ചറിനൊപ്പം വീരനും കൂടെ ചേരുകയാണ്. രണ്ടുപേരും നിന്ന് ഡാൻസ് കളിക്കുന്നതെന്നും കാണുമ്പോൾ കീർത്തിക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. വീരനെ അവൾ ഒരുപാട് വഴക്ക് പറയുന്നു. നമ്മുടെ മകൾ എന്താ ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കുന്നത് എന്നതായിരുന്നു കീർത്തിക്ക്. അതേ സമയമായിരുന്നു അവിടേക്ക് മറ്റൊരു ടീച്ചർ വരുന്നത്. നിങ്ങളുടെ മകൾ എന്തായാലും നന്നായിട്ട് പഠിക്കുകയില്ല, ഇങ്ങനെയുള്ള കഴിവെങ്കിലും അവൾക്കുണ്ടല്ലോ, നന്നായിട്ട് ഡാൻസ് എങ്കിലും കളിക്കുമല്ലോ എന്ന് ടീച്ചർ പറയുന്നു. അപ്പോഴാണ് കുട്ടി നന്നായിട്ട് പഠിക്കാറേ ഇല്ല എന്നുള്ള കാര്യം കീർത്തി അറിയുന്നത്. ഇത്രയും നാള് തന്റെ മകൾ നന്നായിട്ട് പഠിക്കുമെന്ന് വീരൻ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വീരനായിരുന്നു മകളുടെ പഠിത്തത്തിന്റെ കാര്യവും സ്കൂളിലെ കാര്യവും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ടീച്ചർ വഴി തന്റെ മകൾ ഒരു കാര്യവും പഠിക്കില്ല എന്നും കീർത്തി അറിയുന്നത്. കുട്ടി ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും സംസാരവും കുട്ടികളുമായിട്ട് അടിപിടി വഴക്ക് ഇതൊക്കെ മാത്രമാണുള്ളത്. ഒട്ടും പഠിക്കാറേയില്ല. കീർത്തിക്ക് ജോലി, ഗുസ്തി പ്രാക്ടീസ് ഇതൊക്കെ കാരണമാണ് തന്റെ മകളുടെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ മകളുടെ കാര്യമെല്ലാം താൻ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നും കീർത്തി തീരുമാനിക്കുന്നു. വീരനോട് പറയുന്നുണ്ട്, ഇനി മുതൽ അവളുടെ പഠിത്തക്കാര്യമെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട എന്നുള്ള കാര്യം കീർത്തി പറയുന്നു. അന്നു മുതൽ തന്റെ മകളുടെ കാര്യമെല്ലാം കീർത്തിയാണ് നന്നായിട്ട് നോക്കുന്നത്. ഓരോ ദിവസവും കുട്ടിയെ പഠിപ്പിക്കുവാനായിട്ടും. മാത്രവുമല്ല, കീർത്തിയെ പോലെ തന്നെ തന്റെ മകളും വളരണമെന്ന് കീർത്തിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ തന്നെ പോലെ ഒരു ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളായിട്ട് തന്റെ മകളും വളരണം. അതുകൊണ്ട് മകളെ നല്ല രീതിക്ക് പ്രാക്ടീസും കൊടുക്കുകയാണ്. ദിവസവും പ്രാക്ടീസ്, മാത്രവുമല്ല ഡയറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നു. കുട്ടിക്ക് ആ ഒരു ടോർച്ചർ താങ്ങാൻ കഴിയുന്നില്ല. എന്നെ അച്ഛൻ വളർത്തിയാൽ മതി, എന്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കിയാൽ മതി എന്നായിരുന്നു കുട്ടി വാശി പിടിക്കുന്നതും. കുട്ടിക്ക് കീർത്തിയുടെ ടോർച്ചർ സഹിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യം ചൊല്ലി കീർത്തിയും വീരനും തമ്മിൽ നല്ല രീതിക്ക് വഴക്ക് നടക്കുന്നു. നിങ്ങൾക്കധികം വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കതൊന്നും മനസ്സിലാകാത്തത്. കുട്ടിയുടെ കാര്യം ഞാൻ തന്നെ നോക്കിക്കൊള്ളാമെന്ന് കീർത്തി പറയും. അത് കേൾക്കുമ്പോൾ തന്നെ വീരന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവർ രണ്ടുപേരും തമ്മിൽ വലിയ രീതിക്ക് വഴക്കാകുന്നു. എന്നാൽ ഇതെല്ലാം മറ്റൊരു വശത്ത് മാറി നിന്ന് കോച്ച് കാണുന്നുണ്ട്. കോച്ചിനാണെങ്കിൽ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും. കോച്ച് ഈ ഒരു അവസരം മുതലെടുക്കണമെന്നും തീരുമാനിക്കുന്നു. അങ്ങനെ കോച്ച് വീരനെ കണ്ടിട്ട് എന്താ പ്രശ്നം നിങ്ങൾ തമ്മിലെന്ന് ചോദിക്കുമ്പോൾ കീർത്തിക്ക് ഈയിടെയായിട്ട് നല്ല ദേഷ്യം, എന്ത് കാര്യത്തിനും അവൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നെന്നും വീരൻ പറയുന്നു. ഓ അതോ, ഇനി അടുത്തതായിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വരികയാണ്, അതിൽ പങ്കെടുക്കുവാനായിട്ടാണ് കീർത്തി തയ്യാറാകുന്നത്. അതിന്റെ ടെൻഷനാ കുട്ടിയുടെ മേൽ കാണിക്കുന്നത്. അതുകൊണ്ട് വേറൊന്നുകൊണ്ടും പേടിക്കണ്ട, എനിക്കറിയാവുന്നൊരു ഡോക്ടറുണ്ട്,
ഡോക്ടറിനടുത്തേക്ക് കീർത്തിയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോ. കീർത്തിയെ കൊണ്ടുപോകുന്നെന്ന് കീർത്തിയോട് പറയണ്ട. നിങ്ങൾക്ക് അച്ഛനും മകൾക്കും വേണ്ടിയിട്ടാണെന്ന് കള്ളം പറഞ്ഞ് അവളെ കൂട്ടുകൊണ്ടു പോകുവാനായിട്ടും കോച്ച് പറയുന്നു. കോച്ച് പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്നുള്ള കാര്യം വീരന് ചിന്തിക്കും. കോച്ച് പറഞ്ഞതനുസരിച്ച് കള്ളം പറഞ്ഞ് വീര കീർത്തിയെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ചെല്ലുന്ന സമയത്താണ് കൗൺസിലിംഗ് വീരയ്ക്കല്ല തനിക്കാണെന്നുള്ള കാര്യം കീർത്തിക്ക് മനസ്സിലായത്. കീർത്തിക്ക് വല്ലാതെ ദേഷ്യം വരും. അവൾ അവിടെ ആകെ പ്രശ്നമുണ്ടാക്കുകയാണ്. ഈയൊരു വിവരം വീര അറിയുന്നു. തന്റെ ഭാര്യയ്ക്ക് ഇത്രയും നാൾ ഉണ്ടായതിനേക്കാൾ ഇരട്ടി ദേഷ്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ തനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി വീര നേരെ കോച്ചിനടുത്തേക്കും പോകുന്നു. ഈ ഒരു വിവരം അവൾ അറിഞ്ഞു. അവൾ വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയായി മാറിയിരിക്കുകയാണ് അവളുടെ ദേഷ്യം. എനിക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വീര കോച്ചിനോട് പറയും. കോച്ച് ഒരു നാട്ടുവൈദ്യനെ സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വീര നാട്ടുവൈദ്യന്റെ അടുത്തേക്ക് ചെന്ന് കാര്യം പറയുകയാണ്. നാട്ടുവൈദ്യൻ വീരയുടെ കൈവശം ഒരു പൊടി കൊടുക്കുന്നു. ഇത് കീർത്തിയെ ആഹാരം കഴിക്കുന്നതിൽ കലർത്തി കൊടുക്കണമെന്നും വൈദ്യൻ പറയും. അതനുസരിച്ച് വീര കീർത്തി കഴിക്കുന്ന ആഹാരത്തിലൊക്കെ പൊടി കലർത്തി കൊടുക്കുകയാണ്. ആ ഒരു ആഹാരം കഴിച്ചതോടുകൂടി അടുത്ത ദിവസം മുതൽ കീർത്തിയുടെ സ്വഭാവമേ മാറുന്നു. അവൾ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നെങ്കിൽ എന്നാൽ ഇപ്പോൾ അവൾ ദേഷ്യപ്പെടാതെ ചിരിച്ചു ചിരിച്ചാണ് സംസാരിക്കുന്നത്. അത് കാണുന്ന വീരയ്ക്ക് ഒരുപാട് സന്തോഷമായി. കോച്ചിന്റെ അടുത്ത് വന്ന് കോച്ചിനോട് നന്ദിയും പറയുക. മുൻപ് അവൾ എപ്പോഴും ദേഷ്യപ്പെടുമായിരുന്നു. ഇപ്പോൾ അവൾ എന്നോട് ചിരിച്ചു ചിരിച്ചാണ് സംസാരിക്കുന്നത്. അവൾ ആകെ മാറിപ്പോയി. നന്ദിയും പറഞ്ഞിട്ടാണ് വീര അവിടെ നിന്ന് പോകുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവൾ ദേഷ്യപ്പെടാതെയായി. ചിരിച്ചു ചിരിച്ചു തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അവൾക്ക് ഇതുപോലൊരു പൊടി കലർത്തി കൊടുക്കുന്ന കാര്യമൊന്നും അറിയത്തില്ലല്ലോ. പ്രാക്ടീസ് ചെയ്യുവാനായി ചെല്ലുന്ന സമയത്ത് അവൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നില്ല. കുറച്ചൊന്ന് ഓടിക്കഴിഞ്ഞാലോ കീർത്തിക്ക് വല്ലാതെ ശ്വാസം മുട്ടുവാനായും തുടങ്ങി. പ്രാക്ടീസ് ചെയ്യാൻ കഴിയാതെ അവളുടെ കൺട്രോൾ വരെ പോകുന്ന അവസ്ഥയായി. കീർത്തിയുടെ ബുദ്ധിമുട്ടുകളൊന്നും വീരക്കറിയത്തില്ലല്ലോ. അവൻ ഇതൊന്നും അറിയാതെ ദിവസവും പൊടി കലർത്തി കൊടുക്കുവാനായും തുടങ്ങി. എന്നാൽ ഒരു ദിവസം കീർത്തി അത് കാണുന്നു. എന്താ ഈ പൊടി, ഇതെന്തിനാ കലർത്തി തരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമ്മളുടെ മകൾക്ക് വേണ്ടിയിട്ടാണ്, അവളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു നാട്ടുവൈദ്യൻ തന്നതാണെന്ന് അവൻ കള്ളം പറയുന്നു. തന്റെ ഭർത്താവിനെ അത്രയും വിശ്വാസമുണ്ടായിരുന്ന കീർത്തി ഭർത്താവ് പറയുന്നത് അങ്ങ് കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. സ്റ്റേറ്റ് ലെവൽ മത്സരം നടക്കാൻ പോവുകയാണ്. അന്നേ ദിവസം നല്ല ടെൻഷനിലായിരുന്നു കീർത്തി. അതേ സമയമായിരുന്നു വീരയ്ക്കടുത്തേക്ക് ടീച്ചർ വരുന്നത്. വീര നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യില്ലേ, കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുകയാണ്, നിങ്ങൾ ആ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് ടീച്ചർ പറയുന്നു. അത് കേൾക്കുന്ന മകൾക്കും ഒരുപാട് സന്തോഷമാകും. അച്ഛൻ എന്തായാലും ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം, അച്ഛൻ വിജയിക്കണമെന്നും മകളും സപ്പോർട്ട് ചെയ്യും. അല്ല, ഇന്ന് കീർത്തിയുടെ ഗുസ്തി മത്സരമല്ലേ, എനിക്കെതിന് അവളെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ പോകണമെന്നും വീര പറയുമ്പോഴോ എന്നും ഗുസ്തി മത്സരം നടക്കുമല്ലോ, ഒരു ദിവസം പോയില്ലെങ്കിൽ എന്താ കുഴപ്പം, അച്ഛൻ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാനായി പോകണമെന്ന് പറഞ്ഞ് ടീച്ചറും മകളും ചേർന്ന് വീരയെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാനായിട്ടും കൂട്ടിക്കൊണ്ടു പോകുന്നു. അതേ സമയമായിരുന്നു സ്റ്റേറ്റ് ലെവൽ മത്സരത്തിന് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് കീർത്തി എത്തിയിരിക്കുന്നതും. മത്സരവും ആരംഭിച്ചു. കീർത്തി ഏത് പെൺകുട്ടിയാണോ ആദ്യം തോൽപ്പിച്ചത് അതേ പെൺകുട്ടിയുമായിട്ടാണ് കീർത്തി ഇപ്പോൾ മത്സരിക്കുവാനായി നിൽക്കുന്നതും. അങ്ങനെ മത്സരവും ആരംഭിച്ചു. ഗുസ്തി മത്സരം നടക്കുന്നതിനിടയിൽ കീർത്തി കുഴഞ്ഞു വീഴുകയാണ്. കീർത്തിക്കൊന്ന് എഴുന്നേൽക്കുവാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ വല്ലാതെ വിയർക്കുവാനായും ആരംഭിച്ചു. ആ ഒരു മത്സരത്തിൽ വിജയിച്ചത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിയാണ്. അവൾക്ക് മുൻപേ എങ്ങനെയെങ്കിലും കീർത്തിയെ തോൽപ്പിക്കണം എന്നൊരു വാശിയുണ്ടായിരുന്നു. ദേ ഇപ്പോൾ അത് നടന്നിരിക്കുകയാണ്. എങ്ങനെയാ താൻ ഈ ഒരു മത്സരത്തിൽ തോറ്റത്, തനിക്ക് എന്താ സംഭവിക്കുന്നത്, തന്റെ ശരീരത്തിൽ എന്താ ഇങ്ങനെ മാറ്റമൊക്കെ ഉണ്ടാകുന്നതെന്ന് കീർത്തി ചിന്തിക്കുവാനായും ആരംഭിച്ചു. അതേ സമയത്തായിരുന്നു കോച്ചിനൊരു മെഡിക്കൽ റിപ്പോർട്ട് കയ്യിൽ വരുന്നത്. അതും കീർത്തിയുടേതാണ്. കീർത്തിയുടെ ബ്ലഡിൽ മയക്കുമരുന്ന് കലർന്നിട്ടുണ്ട് എന്നതായിരുന്നു റിപ്പോർട്ടിൽ എഴുതിയിരുന്നത്. അത് കാണുന്ന കോച്ച് ഒന്നും അറിയാത്തതുപോലെ കീർത്തിക്കടുത്ത് വന്ന് അഭിനയിക്കുവാനായും തുടങ്ങി. എന്താ കീർത്തി നിനക്ക് സംഭവിച്ചിരിക്കുന്നത്, നിന്റെ ബ്ലഡിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യമുണ്ടല്ലോ, നീ എന്തെങ്കിലും ടാബ്ലറ്റ് കഴിച്ചോ അതോ എന്തെങ്കിലും പൊടി കഴിച്ചോ എന്നൊക്കെ കോച്ച് ചോദിക്കുന്നു. അത് കേൾക്കുന്ന കീർത്തിക്ക് തനിക്ക് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. അതേ സമയമായിരുന്നു കീർത്തിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. കിച്ചണിൽ വെച്ച് വീര എന്തോ ഒരു പൊടി കലക്കുന്നത് കീർത്തി കണ്ടിരുന്നു. ഇനി ആ ഒരു പൊടിയായിരിക്കുമോ എന്ന സംശയം കീർത്തിക്കുണ്ടാകുന്നു. കീർത്തി ഉടനെ തന്നെ ആ ഒരു പൊടി ലാബിലേക്ക് അയച്ച് ടെസ്റ്റ് ചെയ്യും. അപ്പോഴാണ് ആ ഒരു പൊടിയിൽ മയക്കുമരുന്ന് കലർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കീർത്തി അറിയുന്നത്. കീർത്തി ആകെ തകർന്നു പോകുന്നു. വീര എന്തിനായിരിക്കാം തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, തന്നെ ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ സപ്പോർട്ട് ചെയ്തതല്ലേ,
എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. അതേ സമയമായിരുന്നു കീർത്തിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. കീർത്തി തന്റെ മകളെ ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിക്കുമായിരുന്നല്ലോ. അത് കാണുന്ന വീര ഒരിക്കൽ കീർത്തിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. നീ എന്തിനാ ഈ ഒരു കൊച്ചുകുട്ടിയെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? നീ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു മത്സരത്തിൽ തോറ്റു കഴിഞ്ഞാൽ മാത്രമേ നിനക്കതിന്റെ വേദന മനസ്സിലാകൂ എന്നുള്ള കാര്യം വീര പറഞ്ഞിരുന്നു. അപ്പോൾ താൻ തോൽക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം വീര ഇങ്ങനെ ചെയ്തതാണോ എന്ന ചിന്ത കീർത്തിക്കുണ്ടാകുന്നു. കീർത്തിയെ കാണുവാൻ വേണ്ടിയിട്ട് വീര എത്തുന്ന സമയത്താണ് കീർത്തി വീരയോട് വല്ലാതെ ദേഷ്യം വരുന്നത്. നിങ്ങൾ എന്തിനാണ് എനിക്ക് മയക്കുമരുന്ന് കലർത്തി തന്നത്? ഞാൻ അതിനു വേണ്ടിയിട്ട് നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ കീർത്തി ചോദിക്കുന്നു. ഈ ഒരു വിഷയം അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും അറിഞ്ഞു. എല്ലാവരും വീരയെ കുറ്റപ്പെടുത്തുവാനായും തുടങ്ങി. കീർത്തിക്ക് ദേഷ്യം വരുന്നത് കൊണ്ട് അത് മാറുവാനായിട്ട് നാട്ടുവൈദ്യന്റെ കയ്യിൽ നിന്നും ഒരു പൊടി വാങ്ങി താൻ കലക്കി കൊടുത്തു. അത്രയല്ലേ ചെയ്തുള്ളൂ. അതിനെന്താ ഇങ്ങനെ സംഭവിച്ചത്? കീർത്തിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ വീര ചിന്തിക്കുന്നു. വീര വല്ലാതെ ടെൻഷനാവുകയാണ്. ഇനി മുതൽ വീരയോട് ജീവിക്കാൻ കഴിയില്ല എന്നും താൻ എന്തായാലും തന്റെ വഴിക്ക് പോകുന്നു എന്നും പറഞ്ഞ് കീർത്തി തന്റെ മകളെയും വിളിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കീർത്തിക്ക് വല്ലാതെ ദേഷ്യമാണ്. ഇനി ഒരിക്കലും വീരയോട് അവൾ ജീവിക്കില്ല എന്ന് തന്നെ കീർത്തി തീരുമാനിച്ചു. അങ്ങനെ കീർത്തി തന്റെ വീട്ടിലേക്കാണ് മകളെയും കൂട്ടി പോകുന്നത്. കീർത്തി പോയതോടെ വീര നടു റോഡിൽ നിൽക്കുന്ന അവസ്ഥയായി. ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? തന്റെ ഭാര്യയും മകളും ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകുവാനായിട്ടും വീര തീരുമാനിക്കുന്നു. അവനും നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്ക് എത്തുന്ന വീര തന്റെ മാമനടുത്തെത്തിയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയും. ഈ മാമന്റെ ചിന്താഗതി എന്തെന്നാൽ ഭാര്യ ഭർത്താവ് പറയുന്നത് മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. ഭർത്താവിന്റെ കാൽ കീഴിലായിരിക്കണം ഭാര്യയുടെ ജീവിതം എന്ന് കരുതി ജീവിക്കുന്ന ഒരാളാണ് ഈ മാമൻ. കീർത്തിയുടെയും വീരയുടെയും പ്രശ്നം അറിഞ്ഞ മാമൻ വീരയെ വല്ലാതെ എരിയേറ്റുകയാണ്. എരുതിയിൽ എണ്ണ ഒഴുകുകയാണ് എന്ന് തന്നെ പറയാം. അങ്ങനെയായിരുന്നു മാമൻ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷെ എന്നിരുന്നാലും വീരയെ പിരിഞ്ഞതോടുകൂടി മകൾക്കാണ് ഒരുപാട് സങ്കടവും. ഇടയ്ക്കിടയ്ക്ക് തന്റെ മകളാണെങ്കിലോ വീരയെ കോണ്ടാക്ട് ചെയ്യുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പലതവണയായിട്ടും അവൾ ഫോൺ ചെയ്ത് വീരയോട് സംസാരിക്കുമായിരുന്നു. വീരയായിരുന്നല്ലോ ഇത്രയും നാള് മകളുടെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടേയിരുന്നതും അവൾക്ക് നന്നായിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതും അവളെ നന്നായിട്ട് കെയർ ചെയ്യുന്നതെല്ലാം വീരയായിരുന്നു. എന്നാൽ ഇപ്പോൾ കീർത്തി നോക്കാൻ തുടങ്ങിയതോടുകൂടി കീർത്തിയാണെങ്കിലോ ഒട്ടും മകൾക്ക് ഇഷ്ടമല്ലാത്ത ആഹാരമൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇഡലി ഉണ്ടാക്കിയാൽ അത് കല്ല് പോലെ തന്നെ ഇരിക്കും. അതൊന്നും മകൾക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. ആ ഒരു സങ്കടമെല്ലാം തന്റെ അച്ഛനെ വിളിച്ച് മകൾ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിവരം കീർത്തി അറിയുന്നു. കീർത്തി മകളെ ഒരുപാട് വഴക്ക് പറയുകയാണ്. ഇനി വീരയുമായിട്ട് സംസാരിക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നല്ല അടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് മകളെ വിരട്ടുന്നു. മകൾക്കാണെങ്കിലോ വീരയെ കാണാത്തതിനാൽ വല്ലാത്ത സങ്കടം. ഒരു ദിവസം തന്റെ മകളെ കാണുവാൻ വേണ്ടിയിട്ട് വീര സ്കൂളിലേക്ക് വരും. വീരയെ കാണുന്ന മകൾ സങ്കടത്തോടു കൂടി വീരയ്ക്കടുത്തേക്ക് ഓടിച്ചെന്നിട്ട് എനിക്ക് മടുത്തു, അച്ഛൻ എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമോ എന്ന് മകൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. അത് കാണുന്ന വീരയ്ക്ക് ഒരുപാട് സങ്കടം വരികയും അവരുടെ മലയാള ടീച്ചറിനോട് അനുവാദവും വാങ്ങിയിട്ട് വീര തന്റെ മകളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. അതേസമയം ജോലിക്ക് പോവുകയായിരുന്ന കീർത്തിക്ക് വല്ലാത്ത സങ്കടം. മകൾക്ക് ഇഷ്ടമല്ലാത്ത ആഹാരമാണല്ലോ അവൾക്ക് ഇത്തവണയും ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് മകൾ വല്ലതും കഴിച്ചു എന്നൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് മകളെ അന്വേഷിച്ച് കീർത്തി സ്കൂളിലേക്ക് വരുന്നു. എന്നാൽ സ്കൂളിൽ മകൾ ഇല്ല എന്നുള്ള കാര്യം കീർത്തി അറിയുന്നതോടുകൂടി ആകെ ടെൻഷനാവുകയാണ്. ടീച്ചർമാരോടൊക്കെ മകൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ടീച്ചർമാർക്കും അറിയില്ല. ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് കീർത്തി പറയുന്ന അതേ സമയമായിരുന്നു വീര തന്റെ മകളെയും കൂട്ടി സ്കൂളിലേക്ക് വരുന്നത്. വീരയ്ക്കൊപ്പമാണ് മകൾ പോയതെന്നറിഞ്ഞ് കീർത്തിക്ക് തന്റെ കൺട്രോൾ നഷ്ടമായി. കീർത്തിയാണെങ്കിലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച്, പ്രത്യേകിച്ച് വീരയുടെ മുന്നിൽ വെച്ച് തന്റെ മകളെ തല്ലുന്നു. അത് കാണുന്ന വീരയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയും എന്റെ മകളെ നീ തല്ലുന്നു എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കീർത്തിയെ അടിക്കുന്നു. കീർത്തിയാണെങ്കിലോ അവിടെ നിൽക്കുന്ന ടീച്ചർമാരുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും മുന്നില് ആകെ നാണം കെട്ട് പോവുകയാണ്. ഇനി മേലാൽ എന്റെ കൺമുന്നിൽ പോലും കണ്ടുപോകരുതെന്ന് പറഞ്ഞാണ് കീർത്തി അവിടെ നിന്ന് പോകുന്നത്. പോകുന്ന സമയത്ത് മകളെ കൂട്ടിക്കൊണ്ടുപോയില്ല. അന്നു മുതൽ മകൾ വീരയ്ക്കൊപ്പമാണ്. വീട്ടിലേക്ക് എത്തിയ കീർത്തി നടന്ന കാര്യങ്ങളെല്ലാം തന്റെ അമ്മയോടും അച്ഛനോടും ഒക്കെ പറയുന്നു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, അവനോട് പോയി സംസാരിക്കണമെന്ന് തീരുമാനിച്ച് കീർത്തിയുടെ അച്ഛനും അമ്മയും വീരയെ കാണുവാൻ വേണ്ടിയിട്ടും ഇറങ്ങുന്നു. അതേസമയം മകളുമായിട്ട് വീട്ടിലേക്ക് വരികയാണ് വീര. മകൾക്കാണെങ്കിലോ ഒരു സന്തോഷം പോലുമില്ല. അവൾ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എപ്പോഴും കരച്ചിൽ തന്നെയാണ്. അപ്പോഴേക്കും വീട്ടിലേക്ക് ടീച്ചറും വന്നിരുന്നു. ടീച്ചറിനോട് വീര ഈ ഒരു കാര്യമൊക്കെ പറയും. നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് ടീച്ചർ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. എന്റെ മകൾ ഇത്രയും നേരമായിട്ടും ഒന്ന് ചിരിച്ച് ഞാൻ കണ്ടില്ല. അവളെ ഒന്ന് ചിരിപ്പിക്കണം, അവളുടെ സന്തോഷം മാറ്റണം. നമുക്ക് പാട്ടിട്ട് ഡാൻസ് കളിച്ചാലോ എന്ന് പറഞ്ഞ് വീര പാട്ടിട്ട് ടീച്ചറിനൊപ്പം നിന്ന് ഡാൻസ് കളിക്കുവാനായും ആരംഭിച്ചു. മകളും കൂടെ കൂടുകയാണ്. അതേസമയം വീരയോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് കീർത്തിയും അച്ഛനും അമ്മയും അവളുടെ ബന്ധുക്കളും എല്ലാം വീരയുടെ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ വീരയാണെങ്കിലോ ടീച്ചറിനോട് പാട്ടിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുന്നു.
മകളും കൂടെയുണ്ട്. ഡാൻസ് കളിച്ച് അവസാനം ടീച്ചറിനെ തന്റെ ഇടുപ്പിലേക്ക് എടുത്ത് തട്ടുകയാണ്. മറ്റൊരിടുപ്പില് മകളെയും തട്ടിയിരിക്കുന്നു. അതേ സമയമായിരുന്നു കീർത്തിയും വീട്ടുകാരും വീരയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അവർ ഈ ഒരു കാഴ്ച കാണും. കീർത്തിയും വീട്ടുകാരും ആകെ ഷോക്കായി പോവുകയാണ്. കീർത്തി പോയതിനു പിന്നാലെ തന്റെ ഭർത്താവും മകളും സങ്കടപ്പെട്ടിരിക്കുമെന്ന് കരുതിയിട്ട് ദേ ഇപ്പോൾ അവർ ടീച്ചറിനൊപ്പം എൻജോയ് ചെയ്തിരിക്കുന്നു. അത് കാണുന്ന കീർത്തിക്ക് വല്ലാതെ സങ്കടം വരികയാണ്. എന്തായാലും ഇനി നിങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധവും വേണ്ട, എനിക്ക് ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞിട്ട് കീർത്തി അവിടെ നിന്നും തന്റെ വീട്ടുകാരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അയ്യോ, പണി കിട്ടിയ അവസ്ഥയാണല്ലോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് വീര. വീരയ്ക്കാണെങ്കിലോ കീർത്തിക്ക് ഡിവോഴ്സ് കൊടുക്കുവാനായിട്ടും ഒട്ടും തന്നെ താല്പര്യമേ ഇല്ല. എങ്ങനെയെങ്കിലും കീർത്തിക്കൊപ്പം നല്ല സന്തോഷമായിട്ട് ജീവിക്കണം, അത് മാത്രമായിരുന്നു വീരയുടെ ലക്ഷ്യവും. ഈ ഒരു പ്രശ്നമെല്ലാം തീരണമെങ്കിൽ ആ ഒരു പൊടി നൽകിയ നാട്ടുവൈദ്യൻ അയാളെ കണ്ടുപിടിക്കണം. അയാൾ വന്ന് കീർത്തിയോട് സത്യം തുറന്നു പറഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ. കീർത്തിയുടെ ദേഷ്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ വൈദ്യനടുത്തേക്ക് വീര ചെന്നത്. ദേഷ്യം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് വീര വന്ന് പറഞ്ഞു, ഞാനൊരു പൊടി എഴുതി കൊടുത്തു, ആ ഒരു കാര്യം വന്ന് വൈദ്യൻ തുറന്നു പറയണം. ഇത് മാത്രമായിരുന്നു വീരയുടെ ലക്ഷ്യം. അങ്ങനെ വൈദ്യന്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ വൈദ്യൻ ഉണ്ടായിരുന്നില്ല. അടുത്തുള്ള വീട്ടുകാരോടൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ വൈദ്യൻ മിക്കപ്പോഴും അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോകും. ആ അമ്പലത്തിൽ പോയി അന്വേഷിച്ച് നോക്കുവാൻ വേണ്ടിയിട്ടും അടുത്തുള്ളവർ പറയുന്നു. അതനുസരിച്ച് വീര നേരെ ആ അമ്പലത്തിലേക്ക് എത്തും. അവിടെ വെച്ച് വൈദ്യനെ കാണുകയാണ്. വൈദ്യനടുത്ത് വന്ന് അയാളെ അടിച്ച് വിരട്ടുന്ന സമയത്താണ്, ഞാൻ മനഃപൂർവ്വം തന്നതല്ല, ഇതെല്ലാം കോച്ച് പറഞ്ഞിട്ടാണ് ഞാൻ തന്നത്, അല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യവും അയാൾ പറയുന്നു. കോച്ചാണ് ഇതിനെല്ലാത്തിനും പിന്നിലെന്നറിഞ്ഞതോടുകൂടി വീരയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. വീര നേരെ കോച്ചിന്റെ അടുത്തേക്ക് വരികയാണ്. കോച്ചിനിട്ട് നല്ലത് കൊടുക്കും. അതേടാ, ഞാൻ തന്നെയാ ഇതെല്ലാം ചെയ്യിച്ചത്. എനിക്ക് കിട്ടേണ്ട പേരും പെരുമയും എല്ലാം കിട്ടുന്നത് നിന്റെ ഭാര്യയ്ക്കാണ്. അതെനിക്ക് സഹിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യം കോച്ച് പറയുന്നു. കോച്ചാണ് ഇതിനെല്ലാം പിന്നിലെ ശകുനി എന്ന് മനസ്സിലാക്കിയ വീര ഈ ഒരു വിവരം കീർത്തിയെ അറിയിക്കണമെന്നും തീരുമാനിച്ച് കീർത്തിയെ കാണുവാൻ വേണ്ടിയിട്ടും എത്തുന്നു. പക്ഷേ വീര എത്തുന്നതിന് മുൻപ് തന്നെ കീർത്തിയോട് കോച്ച് പറയുന്നത്, വീര എന്നെ കാണുവാൻ വന്നിരുന്നു, ഞാനാണ് മയക്കുമരുന്ന് കലർത്തി തരാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് അടിച്ചു വിരട്ടി അങ്ങനെ പറയണമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയെന്നും കോച്ച് കള്ളം പറയുന്നു. കോച്ച് ഡബിൾ ഗെയിം കളിക്കുകയാണ് ചെയ്തത്. കോച്ച് പറഞ്ഞതാണ് കീർത്തി വിശ്വസിച്ചതും. കോച്ച് ഇതിനു മുൻപേ എന്നോട് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് കീർത്തി വീരയോട് ചൂടാവുകയാണ് ചെയ്തത്. വീരയ്ക്ക് തന്റെ സത്യസന്ധത തെളിയിക്കുവാനേ കഴിഞ്ഞില്ല. അങ്ങനെ കീർത്തി ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ അവരുടെ കേസ് കോടതിയിലേക്കും എത്തുകയാണ്. കീർത്തിക്ക് ഡിവോഴ്സ് വേണം, എന്നാൽ വീരയ്ക്ക് ഡിവോഴ്സ് വേണ്ട. എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നമെന്ന് ജഡ്ജി ചോദിക്കുമ്പോഴോ, ഞാൻ ഗുസ്തി മത്സരത്തിൽ തോൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മയക്കുമരുന്ന് കലർത്തി തന്നു, ഞാൻ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ സങ്കടപ്പെട്ട് ജീവിക്കുമെന്ന് കരുതിയപ്പോഴോ ടീച്ചറുമായിട്ട് രണ്ടാളും അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെന്നുള്ള കാര്യം കൂടി കീർത്തി പറഞ്ഞതോടുകൂടി ജഡ്ജിക്ക് വല്ലാതെ ദേഷ്യം വരും. വീര തന്റെ ഭാഗത്തെ നിരപരാധിത്വമെല്ലാം തുറന്നു പറയുന്നു. വീര പറയുന്നതിലും ശരിയുണ്ടെന്ന് ജഡ്ജിക്ക് തോന്നുകയാണ്. ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊന്നുള്ള കാര്യം അറിയാൻ വയ്യാത്ത അവസ്ഥയിലിരിക്കുകയാണ് ജഡ്ജി. എന്നാൽ കീർത്തിയാണെങ്കിലോ തനിക്ക് ഡിവോഴ്സ് വേണമെന്ന വാശിയിലും നിൽക്കുന്നു. പക്ഷേ മകളെ തനിക്ക് വേണമെന്നും കീർത്തി പറയുന്നുണ്ട്. എന്നാൽ മകൾ ആർക്കൊപ്പം പോകണമെന്നുള്ള കാര്യം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തീരുമാനിക്കണമെന്നും ജഡ്ജി പറയുന്നു. അതേസമയം മകൾ പറയുന്നത്, എനിക്ക് അച്ഛനും വേണം അമ്മയും വേണം, രണ്ടുപേരും എനിക്ക് വേണമെന്നായിരുന്നു. അവർ രണ്ടുപേരും തമ്മിലുള്ള വാക്ക് തർക്കവും നടക്കുകയാണ്. കീർത്തിക്ക് മകളെ വേണം, എന്നാൽ വീരയ്ക്ക് കീർത്തിയെ തന്റെ കൂടെ വേണം, പഴയതുപോലെ സന്തോഷമായിട്ട് ജീവിക്കണം. ഇതായിരുന്നു വീരയുടെ ആഗ്രഹവും. രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കം നടക്കുന്ന സമയത്താണ് വീരയുടെ മാമൻ ഒരു കാര്യം പറയുന്നത്, നീ എത്ര തന്നെ ഗുസ്തിക്കാരിയായാലും അതുപോലെ തന്നെ ഗുസ്തി മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരാൾ തന്നെയാണ് എന്റെ പയ്യനും. നീ ഒരു കാര്യം ചെയ്, ഒരു ഗുസ്തി മത്സരം നടത്താം, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മത്സരിക്കണം, ഇതിൽ ആര് ജയിക്കുന്നോ അപ്പോൾ നമുക്ക് തീരുമാനിക്കാം ആർക്കൊപ്പം പോകണമെന്ന്. വീരയാണ് ജയിക്കുന്നതെങ്കിൽ കീർത്തി എല്ലാ കാര്യങ്ങളും മറന്ന് പഴയതുപോലെ കുടുംബമായിട്ട് അവർക്കൊപ്പം വന്ന് സന്തോഷമായിട്ട് ജീവിക്കണം. അഥവാ കീർത്തിയാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ മകളെ കീർത്തിക്ക് വിട്ടു നൽകാം എന്നുള്ളൊരു കാര്യവും മാമൻ പറയുന്നു. ഗുസ്തി മത്സരം നടത്തി ജയിക്കുന്നവർ തീരുമാനിക്കട്ടെ എന്നൊരു കാര്യത്തിൽ വന്നതോടുകൂടി ജഡ്ജിയും അത് അംഗീകരിക്കുകയാണ്. അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഗുസ്തി മത്സരം നടക്കുന്ന ദിവസമെത്തി. ഭാര്യയും ഭർത്താവും തമ്മിൽ മത്സരിച്ച് അതിൽ വിജയിക്കുന്ന ആരാണോ അവർ എന്ത് കാര്യം വേണമെങ്കിലും തീരുമാനിക്കട്ടെ എന്നതായി. അങ്ങനെ മത്സരം കാണുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെത്തുകയാണ്. മത്സരം മുൻകൈയെടുത്ത് നടത്തുന്നതോ ജഡ്ജിമാണ്. 20 പോയിന്റ് എടുക്കണം. 20 പോയിന്റ് ആരാണോ നേടുന്നത് അവരായിരിക്കും ഇതിൽ വിജയിക്കുക.
അങ്ങനെ മത്സരവും നടക്കുകയാണ്. എത്രയൊക്കെ തന്നെ വീര മത്സരിക്കുമെങ്കിലും കീർത്തി ഒരു നാഷണൽ ചാമ്പ്യൻ അല്ലേ. കീർത്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ട് വീരയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. കീർത്തി മത്സരിച്ച് 19 പോയിന്റ് എടുത്തിരിക്കുകയാണ്. എന്നാൽ വീര ആകെ എടുത്തത് 4 പോയിന്റും. ഇനി 1 പോയിന്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ കീർത്തി വിജയിക്കും. അത് കണ്ട് ടെൻഷൻ അടിച്ചു നിൽക്കുന്ന മകൾ വീരയ്ക്കടുത്തേക്ക് വന്നിട്ട്, അച്ഛൻ എങ്ങനെയെങ്കിലും ജയിക്കണം, 1 പോയിന്റ് അമ്മ എടുക്കാൻ പാടില്ല, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അമ്മ ജയിക്കും, അച്ഛൻ ജയിച്ചാൽ മാത്രമേ അമ്മ നമ്മൾക്കൊപ്പം വരൂ, നമുക്ക് പഴയതുപോലെ സന്തോഷമായിട്ട് കുടുംബമായിട്ട് ജീവിക്കണ്ടേ, അതിന് അച്ഛൻ ജയിക്കണമെന്നും മകൾ പറയുന്നു. അതോടുകൂടി വീരയ്ക്ക് നല്ല വാശിയായി. എങ്ങനെയെങ്കിലും കീർത്തിയെ തോൽപ്പിക്കണമെന്നും വീര തീരുമാനിക്കുന്നു. അങ്ങനെ വീണ്ടും മത്സരം ആരംഭിക്കുകയാണ്. അത്രയും നേരം കീർത്തിയുടെ കയ്യിൽ നിന്നും അടികൊണ്ടുകൊണ്ടിരുന്ന വീര ദേ ഇപ്പോൾ കീർത്തിക്കിട്ട് നല്ലത് കൊടുക്കുകയാണ്. ഇത്രയും നേരം 4-ൽ കിടന്ന വീരയുടെ പോയിന്റ് ദേ ഇപ്പോൾ 19 ആയിരിക്കുകയാണ്. അതെങ്ങനെയെന്നാൽ ഓരോ തവണയും കീർത്തിക്കടുത്തേക്ക് മത്സരിക്കുവാനായി എത്തുന്ന സമയത്ത് ആരും അറിയാതെ നൈസിന് കീർത്തിക്ക് ഉമ്മ കൊടുക്കും. കീർത്തിക്കാണെങ്കിലോ ആ ഉമ്മ കിട്ടുന്നതോടുകൂടി അവളുടെ കൺട്രോൾ പോയാണ് അവൾ തോറ്റുപോകുന്നത്. അങ്ങനെ ഉമ്മ കൊടുത്ത് ഏകദേശം 19 പോയിന്റ് വീരയും നേടിയിരിക്കുകയാണ്. ഇനി ആകെയുള്ളത് 1 പോയിന്റ് മാത്രം. ആ 1 പോയിന്റ് ആര് നേടുന്നോ അവരായിരിക്കും വിജയിക്കുക. അങ്ങനെ വീണ്ടും മത്സരം ആരംഭിക്കുന്നു. മത്സരം നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന സമയത്താണ് കീർത്തി കുഴഞ്ഞു വീഴുന്നത്. കീർത്തിയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനായും ഒരുങ്ങും. അതേസമയം അവിടെയുണ്ടായിരുന്ന ഒരു വയസ്സായ സ്ത്രീ കീർത്തിക്കടുത്തേക്ക് വരുന്നു. കൂടെ നിന്ന് ബന്ധുക്കളുടെയൊക്കെ ചിന്ത പഴയതുപോലെ ഇവൻ വല്ല മയക്കുമരുന്നും കലർത്തി കൊടുത്തോ എന്നതായിരുന്നു. അതേസമയം കീർത്തിക്കടുത്തേക്ക് വന്നിട്ട് കീർത്തിയെ പരിശോധിച്ച് നോക്കിയ മുത്തശ്ശി പറയുന്നത്, ഇവൻ ഗ്രൗണ്ടിൽ മാത്രമല്ല ഗുസ്തി മത്സരിക്കുന്നത്, ഇവന്റെ വീട്ടിലെ കട്ടിലും ഇവൻ ഗുസ്തി മത്സരിച്ചു, ദേ ഇവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം മുത്തശ്ശി പറയുന്നു. അത് കേട്ടതോടുകൂടി എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ കീർത്തിയെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. കീർത്തിയുടെയും വീരയുടെയും പ്രശ്നം അവിടെ അവസാനിക്കുന്നു. രണ്ടുപേരും പഴയതുപോലെ ഒന്നിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ ഏകദേശം 1 വർഷം കടന്നുപോയി. കീർത്തിക്കും വീരയ്ക്കും രണ്ടാമത് കുഞ്ഞുങ്ങൾ ജനിച്ചത് ഇരട്ട കുട്ടികളായിരുന്നു. അങ്ങനെ അവർ 5 പേരും ചേർന്ന് സന്തോഷമായിട്ട് കുടുംബജീവിതവും ആരംഭിച്ചു. ഇതിനിടയിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. കീർത്തി പഴയ കാര്യങ്ങളെല്ലാം മറന്ന് വീരയോട് വീണ്ടും പഴയതുപോലെ സ്നേഹത്തിലാവാൻ ഒരു കാരണം കൂടിയുണ്ട്. വീരയാണ് മയക്കപ്പൊടിയൊക്കെ കലർത്തി കൊടുത്തതെന്ന് അറിഞ്ഞിട്ടും കീർത്തി എങ്ങനെയാണ് വീണ്ടും വീരയുമായിട്ട് സഹകരിച്ചതെന്നാൽ, കീർത്തി മുൻപ് മത്സരിച്ച് തോൽപ്പിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ആ പെൺകുട്ടിയാണല്ലോ അന്ന് കീർത്തി തോറ്റുപോയപ്പോൾ ആ ഒരു മത്സരത്തിൽ ജയിച്ചത്. അത്രയും നാള് എങ്ങനെയെങ്കിലും കീർത്തിയെ തോൽപ്പിക്കണമെന്നായിരുന്നു പെൺകുട്ടിയുടെ മനസ്സിൽ. അവൾ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു മത്സരത്തിൽ അവൾ തന്നെയായിരുന്നു ജയിച്ചത്. കീർത്തിയും തോറ്റുപോയി. കീർത്തി തോറ്റുപോകുവാനായിട്ടുള്ള യഥാർത്ഥ കാരണം പെൺകുട്ടിക്ക് മനസ്സിലായതോടുകൂടി അവൾക്ക് വല്ലാത്ത കുറ്റബോധം. നേരായ വഴിയിലല്ലോ അവൾ ജയിച്ചത്, ഇതിനെല്ലാം പിന്നിൽ കോച്ചല്ലേ കാരണം, കോച്ചാണ് ഇതിന് പിന്നിലെന്നുള്ള സത്യമെല്ലാം വന്ന് കീർത്തിയോട് അവൾ തുറന്നു പറയുന്നു. നിന്റെ ഭർത്താവ് നിരപരാധിയാണ്, അവനെ കൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറ്റിച്ച് ചെയ്തതാണ്, വൈദ്യനെ കൊണ്ട് മനഃപൂർവ്വം കോച്ച് ഇങ്ങനെ ചെയ്യിച്ചതാണ്, വീരയ്ക്ക് ഈ ഒരു കാര്യം ഒന്നും അറിയില്ല എന്നുള്ള സത്യം ആ ഒരു പെൺകുട്ടി വന്ന് കീർത്തിയോട് തുറന്നു പറഞ്ഞു. അപ്പോഴാണ് തന്റെ ഭർത്താവ് നിരപരാധിയാണെന്നുള്ള കാര്യമെല്ലാം കീർത്തിക്ക് മനസ്സിലായതും വീരയ്ക്കൊപ്പം ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് വീണ്ടും കീർത്തി തീരുമാനിച്ചതും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അങ്ങനെ കീർത്തിയും വീരയും പഴയതുപോലെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. കീർത്തിയെ വീണ്ടും ഗുസ്തി മത്സരത്തിലൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് വീര സപ്പോർട്ട് ചെയ്യുന്നു. എങ്ങനെയെങ്കിലും കീർത്തിയെ വലിയൊരു ചാമ്പ്യനാക്കി മാറ്റണം, അത് മാത്രമായിരുന്നു വീരയുടെ ലക്ഷ്യവും. അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.